നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. 145 സങ്കീർത്തനം 2 വാക്യം. ദൈവ തിരുനാമം പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. നാം വായിച്ച സങ്കീർത്തനം രാജാവായ ദാവീദ് ദൈവത്തെ രാജാതിരാജാവായി കണ്ട് സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അവിടുത്തെ നാമത്തെ എല്ലായ്പ്പോഴും സ്തുതിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 2 വാക്യം പറയുന്നു, നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഓരോ ദിവസത്തിൻ്റെയും സ്വഭാവം എന്തായാലും ഞാൻ എന്നും അങ്ങയെ വാഴ്ത്തും, കാരണം അവിടുത്തെ മഹിമ അഗോചരമാണ്. എന്ന് വെച്ചാൽ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. അവിടുത്തെ വീര്യപ്രവൃത്തികളും അവിടുത്തെ തേജസ്സും അത്ഭുത പ്രവൃത്തികളും ഞാൻ ദിനം പ്രതി ധ്യാനിക്കും. അവിടുത്തെ കരുണയും കൃപയും ഞാൻ എന്നേക്കും ഓർക്കും. ഒരു പിതാവ് തൻ്റെ മകനോട് കരുണ കാണിക്കുന്നത് പോലെ ദൈവം എന്നോട് കരുണ കാണിച്ചു. അതേ പ്രിയരെ, കാൽവറിയിൽ പ്രദർശിപ്പിച്ച വീണ്ടെടുപ്പിൻ്റെ വിലയെ ഓർത്താൽ നമുക്കത് പറയാൻ കഴിയും. ദൈവത്തിൻ്റെ കരുണയുടെ പ്രവൃത്തിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യവർഗത്തിനായി യാഗമാക്കുവാൻ അനുവദിച്ചത്. നാം ദൈവത്തിൻ്റെ രാജ്യത്വം അതിൻ്റെ തേജസ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണം. നാം മറ്റുള്ളവരോട് പറയേണ്ടത് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രാജാതിരാജാവായി വെളിപ്പെടുവാൻ പോകുന്നു എന്ന് പറയണം. അവിടുത്തെ ശക്തിയെക്കുറിച്ച് സംസാരിക്കണം. അവിടുത്തെ ശക്തിയുടെ പ്രത്യേകത അവ സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതും രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതുമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ പറയുന്നു, അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലുപ്പം നാം മനസ്സിലാക്കണമെന്ന്. അവിടുത്തെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. ആ രാജ്യത്തിന് ആദിയോ അന്തമോ ഇല്ല. വീഴുന്നവരെ താങ്ങുകയും കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുകയും അധ്വാനത്താലും ഭാരത്താലും കുനിഞ്ഞിരിക്കുന്നവരെ അവിടുന്ന് നിവർത്തി ആശ്വസിപ്പിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ മക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പിതാവിലേക്ക് നോക്കുന്നത് പോലെ സർവ്വ സൃഷ്ടികളും അവിടത്തേക്ക് നോക്കുന്നു. ഓരോ ജീവിക്കും ആവശ്യമായ ഭക്ഷണം, ഓരോരുത്തരുടെയും നില അനുസരിച്ചുള്ള ഭക്ഷണം തൃപ്തി വരത്തക്കവണ്ണം നൽകുന്നു. അവിടുത്തെ കരം തുറന്ന് ധാരാളമായി ഏവരെയും അനുഗ്രഹിക്കുന്നു. ഭൗതിക നന്മകൾ മാത്രമല്ല ദൈവം നൽകുന്നത്, ആത്മീയ പോഷണവും നൽകി അവിടുന്ന് നമുക്ക് തൃപ്തി നൽകുന്നു. തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും എന്ന് വെച്ചാൽ ആത്മാർത്ഥമായി അകർത്യം ചിന്തിക്കാതെ വിളിക്കുന്ന ഏവരുടെയും നിലവിളികൾ കേൾക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ആയതിനാൽ നമുക്ക് അവിടുത്തെ സ്തുതിയെ പ്രസ്താവിക്കാം. സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹം സകല ജഡവും അവിടുത്തെ വിശുദ്ധനാമത്തെ സ്തുതിക്കണമെന്നാണ്. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ കരുണയും നീതിയും പരിപാലനവും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദിനം പ്രതി ദൈവം നൽകുന്ന നന്മകളെ ഓർത്ത് അവിടുത്തെ മഹത്വീകരിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ കരുണയും നീതിയും പരിപാലനവും ഈ മഹാമാരിയുടെ കാലയളവിലും ഞങ്ങൾ അനുഭവിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദിനം പ്രതി അങ്ങ് തരുന്ന നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പിതാവിലേക്ക് നോക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങിലേക്ക് നോക്കിയ ഞങ്ങളെ തൃപ്തി വരുത്തി അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഭൗതിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല കർത്താവെ ഞങ്ങൾ അങ്ങിലേക്ക് നോക്കുന്നത്, ആത്മീയ പോഷണവും ദിനം പ്രതി തന്ന് ഞങ്ങളെ നടത്തിയാട്ട്, എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഭാരങ്ങൾ ചുമക്കും കർത്താവേ വാഴ്ത്തിയിടുവിൻ. നമ്മുടെ ഭാരങ്ങൾ ചുമക്കും കർത്താവേ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ലവൻ, അവൻ നല്ലവൻ, ഇന്നും നമ്മോട് കൂടെയുള്ളവൻ. അവൻ നല്ലവൻ, അവൻ നല്ലവൻ, ഇന്നും നമ്മോട് കൂടെയുള്ളവൻ. വാഴ്ത്തുവിൻ, നാം വാഴ്ത്തുവിൻ, പരമേശുവേ സ്തുതിക്കും. വാഴ്ത്തുവിൻ, നാം വാഴ്ത്തുവിൻ, പരമേശുവേ